ഹലോ ഗായ്സ്, ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ബീച്ചിലൊന്ന് പോയതാണ്. പക്ഷെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. വഴിയെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ പോയ സമയം ആരും ഉണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ടൈം നോക്കിയാണ് പോകാറ്. പിന്നെ അവിടെ എക്സസൈസ് ചെയ്യുന്നവരും അത്യാവശ്യം ചിലപ്പോൾ സ്വിമ്മിങ്ങിനൊക്കെ പഠിക്കുന്നവരും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയത്തൊരു 7-8 മണിയൊക്കെ ആകുമ്പോഴേക്കും. ഞങ്ങൾ ഒട്ടുമിക്ക പ്രാവശ്യം ആ ഒരു സമയം ഒപ്പിച്ചാണ് പോകാറുള്ളത്. അവിടുത്തെ മേഘവും അവിടുത്തെ ആ ഒരു കാഴ്ചയൊക്കെ നല്ല രസമായിരുന്നു. ആ സമയത്ത് ഒരു മഴ പെയ്യാറായിട്ടുള്ള ആ ഒരു ടൈമൊക്കെ ആയിരുന്നു. മഴക്കാറും എല്ലാം അടിപൊളിയായിരുന്നു. ഇതിൻ്റെ പുറകെ രണ്ടോളം നടക്കുന്നുണ്ട. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസിനൊക്കെ വേണ്ടി കുറച്ച് പോസ്റ്റൊക്കെ ചെയ്ത് നടന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് കക്ക അങ്ങനെയുള്ള കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അതും കൂടെ ശേഖരിക്കാനായിട്ട് ഞാനിങ്ങനെ വെറുതെ കാണുമ്പോൾ കുറച്ച് കക്കയൊക്കെ പെറുക്കി കയ്യിൽ വെക്കും. ഞാനിങ്ങനെ ഒരു ഉരുണ്ട ടൈപ്പ് ഒരു ശംഖുണ്ട്, ഇങ്ങനെ കോൺ പോലെ ഇരിക്കണം. ആ ശംഖ് തപ്പിയാണ് മെയിനായിട്ട് ഇറങ്ങിയത്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. ബാക്കി നല്ല കളറുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ പെറുക്കിക്കൊണ്ട് നടക്കണമായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ ഞണ്ടിനെയൊക്കെ പിടിക്കാൻ പോയി. പക്ഷേ ആ സമയത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് 2 കുഞ്ഞു ഞണ്ട്, ഒരു വലിയ ഞണ്ടിനെയൊക്കെ പിടിച്ച് ഈ സമയം നല്ലൊരു ആരും ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് നല്ല പ്രൈവസി ആയിരുന്നു. അവന്മാരൊക്കെ കൊണ്ട് അത്യാവശ്യം ഒന്ന് കളിക്കാനൊക്കെ പറ്റുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ബീച്ചാണ്. അയ്യോ, അതിന് വിളിക്കില്ല. ഗാബിയുടെ ചാറ്റി വേണ്ട വേണ്ട നിങ്ങൾ അറിയാം. ഗാബി പറഞ്ഞു പക്ഷെ അമ്മി സ്റ്റഡി സ്റ്റാർട്ട്.
അവനെ മോളും അതിന് വേണ്ടിയിട്ടാണ്. ആ മറ്റേ സാധനം മറ്റേതെടുക്കാച്ചേ ആ തോളത്ത്. രണ്ടുപേരെ ഓരോ കമ്പിൽ തൂക്കാൻ പറ്റുമോ? ആണോ? കാറ്റി തൂങ്ങിക്കെടുക്കോ? അപ്പനപ്പൊ കാണിക്കണ പോലെ എന്നെ കാണിക്കണേ. ആവൂ പിന്നാടിക്കടാ. അവനൊന്നും പറ്റൂല കേട്ടാ, അവനെല്ലാം അങ്ങ് ചെയ്തു കൊടുത്തോണം. അങ്ങനെ പിടിച്ചോ, അല്ലെങ്കിൽ വീഴും മോൻ. നിനക്ക് പേടിയാവൂലെന്ന് പറഞ്ഞല്ലേ? ആ അത്രേ ഉള്ളു. നീ അപ്പനെ ഉണ്ടവാശം കൊണ്ട് ഇട്ടില്ലടാ. ഞാൻ തൂങ്ങിക്കിടന്നപ്പോ നീ എന്നെ ഇട്ടില്ലടാ ഉണ്ടവാശം. അത് എടുത്ത് മറിക്കണമായിരിക്കും. അമ്മ നോക്കിയേ, ഉന്ത ഉന്ത ഇങ്ങോട്ട് നോക്കിയേ കാറ്റി. ആ ഗാവി നല്ല ഒച്ചാണ് ട്ടാ, തോളത്തെ കൈ പിടിച്ചിരിക്കും. അടിപൊളി.
ശരിയാ ആദ്യം പോകാമോ കാക്കി ഇവിടെ വാ ഉണ്ട കാക്കി അങ്ങോട്ട് മറിഞ്ഞു വീഴും അത്. വേഗം ചെന്ന് തള്ളു. അയ്യോ സഹായിക്ക്. എന്തിനാടാ അങ്ങനെയൊക്കെ വിളിക്കണ? സാരമില്ല. കാറ്റിനെയും കാവിനെയും കൂടി എടുത്ത് രണ്ടുപേരും ഇരിക്കും. കാവി ചെല്ലിരിക്കടാ. ഊഞ്ഞാലിരിക്കണില്ലേ നീ? ഊഞ്ഞാലിരിക്കട കാറ്റി. കാവി ചെല്ലടാ. ആ ശരി ഞാൻ ഇരിക്കും. എന്താണ് കാറ്റി കാവി ഇങ്ങനെയൊക്കെ പറയണ? എന്നാ വാ നമുക്ക് പോവാം. മതി. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇറങ്ങും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. നല്ല രസമല്ലേ? പിന്നെ ഞങ്ങൾ ഞണ്ടിനെ പിടിച്ചില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഞണ്ടിനെ പിടിച്ചതെന്ന് പറഞ്ഞല്ല, നിങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതെങ്ങനെ പിടിച്ചെന്ന് ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ച്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കാരണം ഞങ്ങളിങ്ങനെ ബക്കറ്റിൽ കുറച്ച് ചരലൊക്കെ വാരി എടുത്തിട്ട് കണ്ടാ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച ഞണ്ട കൊള്ളാമല്ലേ?